ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പിറന്നാളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മരുമകളുടെ. ആ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിലത്തെ ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. പിറന്നാളിൻ്റെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുഴയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതാണ് ചേച്ചിയുടെ മരുമകൾ, കൃഷ്ണ എന്നാണ് പേര്. ഗ്രേസി ഫാമിലി പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കേട്ടോ, ഗ്രേസി ഫാമിലി. അപ്പോൾ അതൊന്ന് എല്ലാവരും നോക്കണേ. ഇപ്പോൾ തുടങ്ങിയതാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവളുണ്ടാക്കി തന്നെയാണ് എല്ലാതും. ഉണ്ടാക്കാനൊക്കെ എന്തായാലും പഠിച്ചു ചേച്ചിയുടെ മരുമകൾ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ ഒരുവിധമൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങൾ പുഴയിലേക്ക് പോകാൻ കേട്ടോ. പുഴയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ദൂരമില്ല കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നാലും റെയിൽ വരെ ഞങ്ങൾ വണ്ടിയിലാണ് പോണത്, ഭക്ഷണമൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഞങ്ങൾ 15 പേരുണ്ടാവും. ഞാനും വിജയേട്ടനും മോനും, അതേപോലെ അവിടുന്ന് ചേച്ചിയുടെ മക്കളും, അങ്ങനെ ആയിട്ടൊരു 10-15 പേര് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പിറന്നാളാണ്, അങ്ങനെ കാരയിൽ ആഘോഷിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങളുടെ മാന്നന്നൂർ വെള്ളിയാട് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാക്കണ അത്ര പൈസ വരുള്ളൂ. അതിപ്പോൾ വലിയ ചിലവൊന്നുമില്ല. വീട്ടിൽ ഇരുന്നിട്ട് കഴിക്കണ ഭക്ഷണം പുഴയിൽ പോയിട്ട് കഴിക്കാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ഓർക്കാനുള്ള നിമിഷങ്ങളൊക്കെയാണ് ഇതൊക്കെ. എന്തായാലും അതൊക്കെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെയിൽ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നടന്നിട്ട് പോകണം കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാലും വേണ്ടി സമയം 9:30 മണിയാണ് രാത്രി. ആ സമയത്താണ് ഞങ്ങൾ പോണത്. അപ്പോൾ ആകെ ഇരുട്ടാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഇതെന്താ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ, അല്ല ഹിന്ദിക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ കേട്ടോ, ഈ രാത്രി പോകണ്ടിട്ട്. അപ്പോൾ ഒരു ടോർച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ടോർച്ചിൻ്റെ ഒരു വെളിച്ചത്താണ് പോണത്. എന്തായാലും ഞങ്ങൾ ആൾക്കാരൊന്നും കാണില്ല കേട്ടോ, ഈ ചെറിയ കുഞ്ഞ് വെളിച്ചെന്നെ കാണുള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും ഈ ചാനൽ നിങ്ങൾ ഇരുട്ടത്തുള്ളൊരു വീഡിയോ ആയിരിക്കും കാണുന്നത്. ആ ചെറിയ വെളിച്ചത്തിൽ ഞങ്ങൾ പോകാൻ കേട്ടോ. വല്ലതും തലക്കടിച്ചാൽ പോലും അറിയില്ല, അത്രയും കൂരിട്ടാണ്. എന്തായാലും ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കണ്ടായിരുന്നു, കാരണം ഞാനായിരുന്നു ബാക്കിൽ. കാരണം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ വരുന്നു. പക്ഷേ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആരും തലക്കടിക്കുമോ എന്നൊക്കെ പേടിച്ചു. എന്തായാലും ഒരു ഇടവഴി കൂടെ ഞങ്ങൾ നടന്നു. ഞാൻ പുഴ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഇടവഴി കൂടെ ഞങ്ങൾ പോകണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒരാൾ പിടിച്ചിട്ടുണ്ട്, പ്ലേറ്റ് പിടിച്ചിട്ടുണ്ട്, വെള്ളം പിടിച്ചിട്ടുണ്ട്, അങ്ങനെ കറികൾ ഓരോരുത്തരും ഓരോന്ന്. പിന്നെ വിരിക്കാനുള്ളൊരു പുതപ്പും കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വിരി കൈ പിടിച്ചിട്ടുണ്ട്. പുറയ്ക്കാനുള്ളതല്ല കേട്ടോ, വിരിക്കാനുള്ളൊരു വിരി വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പുഴയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് എന്താവും എന്നൊക്കെ വിചാരിക്കും, എന്താ ഒച്ചയും ബഹളമൊക്കെ. കാരണം ആകെ ബഹളത്തോടു കൂടെയാണ് ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങണത് ആ സമയത്ത്. അപ്പോൾ അച്ഛനൊന്നും വന്നില്ല, അച്ഛൻ വീട്ടിലിരുന്നു, ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി ആകെ കൂരിട്ടാണ്. ആരെങ്കിലും അവിടെ ഉണ്ടെന്നുകൊണ്ട് അറിയില്ല, അത്രയും കൂരിട്ടാണ്. ആ വെളിച്ചത്തിൽ തന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നത് കേട്ടോ. നല്ലോണം അങ്ങോട്ടൊന്നും പോയില്ല, ഞങ്ങൾ ഇറങ്ങണ വഴിയുടെ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ കുറേ വിറകും ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ. ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കത്തിക്കാൻ വിചാരിച്ചു കേട്ടോ. എന്തായാലും ഞങ്ങൾ വന്ന വഴി തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ഒരു ഭാഗത്ത് വെച്ചു. കാരണം നിറയെ മണൽ, കാരണം മണലൊക്കെ ഭക്ഷണത്തിലേക്ക് വരുമല്ലോ, അത് പേടിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു. കുട്ടികളൊക്കെ ഓടി കളിക്കുമ്പോൾ ആവില്ലേ. എന്തായാലും ഞങ്ങൾ വീഡിയോ ഒക്കെ വിരിച്ച് അവിടെ കുറച്ചേരം ഇരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കണമായിരുന്നു. അങ്ങനെ വിളിച്ചത് കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ ഇങ്ങനെ ഇരുന്നു വെറുതെ കേട്ടോ. ഒരു 10 മിനിറ്റ് അവിടെ ഡാൻസൊക്കെ ആയിട്ട് ഇരുന്നു. ഇനി എന്തായാലും ഭക്ഷണം കഴിക്കാനൊക്കെ ഇപ്പോൾ ഇരുന്നാലാണ് കുറേ നേരം വഴുക, അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. രാത്രിയല്ലേ, ഒന്നാമത് പുഴയാണ്. ഇനി വല്ല പ്രേതങ്ങളൊക്കെ മേല് കൂടിയാലോ എന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടാവുണ്ടാ പേടിയില്ല, കാരണം ബാക്കിലേക്ക് നോക്കി ആകെ കൂരിട്ടാണ്, പേടിയാവും. എന്തായാലും ആ കള്ളന്മാർ വന്ന ഓടി എവിടേക്കാണ് ഓടുകയെന്ന് അറിയാൻ പറ്റില്ല, അത്രയ്ക്കും ഇരുട്ടായത് കൊണ്ട്. എന്തായാലും എനിക്കത്ര ധൈര്യമൊന്നുമുള്ള ആളല്ല കേട്ടോ ഞാൻ. എന്തായാലും അങ്ങനെ ഞങ്ങൾ കുറച്ച് ചപ്പും ചവറൊക്കെ ഉള്ളതൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു തൊടിയിൽ നിന്ന് ഇങ്ങനെ 2 ടോർച്ചിൻ്റെ വെളിച്ചം ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരാവോച്ചിട്ടാണ് തീയിടുന്നതും ബഹളവും ഒച്ചയും ബഹളമൊക്കെ ആരാച്ചിട്ടായിരിക്കാം ഒരു ടോർച്ചൊക്കെ അടിച്ചത്. ഞങ്ങൾക്ക് അവർ കാണാൻ പറ്റിയില്ല, കാരണം ടോർച്ചിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നന്നായിട്ട് കാണാണ്ടായിരുന്നു. പക്ഷേ ആരും വന്നൊന്നുമില്ല.
കാരണം പുഴയിൽ പെട്ടെന്ന് ഇങ്ങനെ എന്താ അവിടെ തീ കത്തുന്നത് അല്ലെങ്കിൽ എന്താ ഒച്ചയും ബഹളമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ കാണണം. അപ്പം ഇനി എന്താ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വെയ്യാണ്ടായി. ഇതാ ഇവിടെ മുളയും ചെടികളും എല്ലാം കൂടി ഇതാ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വെളിച്ചം കിട്ട് കഴിഞ്ഞാൽ അപ്പം ആകെ ഇരുട്ടാണ്. കാരണം ടോർച്ചിൻ്റെ ഒക്കെ വെളിച്ചം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ വെളിച്ചത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. എന്തായാലും ഇരുട്ടത്ത് ആരുടെ മുഖമൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ മുഖം നിങ്ങൾക്ക് കാണണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നും കാണുന്ന മുഖം തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അനുവിൻ്റെയാണ് പിറന്നാൾ. ഇതാണ് അനുവിൻ്റെയാണ് പിറന്നാൾ. എന്തായാലും അനുവിൻ്റെ ഒരു ഭാഗ്യമാണ് ആ സമയം പിറന്നാൾ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും അനുവിൻ്റെ ഹസ്ബൻഡ് പ്രത്യുഷ് ഗൾഫ് പോവുകയാണ്. അപ്പോൾ ആ ഒരു ആഘോഷം കൂടി അങ്ങനെ പോയിട്ട് 2 മാസം ലീവിന് വന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച അവൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ കുട്ടികളെയൊക്കെ അറ്റത്തേക്ക് ആക്കി. കാരണം മണൽ തെറിക്കുമോ എന്ന് പേടിച്ചിട്ട് മെല്ലാണ് വെച്ചത്. കാരണം കുറച്ച് ആരെങ്കിലും അടുത്തു കൂടെ വന്നാൽ തന്നെ മണലാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നു ഞങ്ങൾ. അവിടെ എല്ലാവരും പോയിരുന്നു. അങ്ങനെ എല്ലാം വിളമ്പിയൊക്കെ അവിടെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. പുറത്തുനിന്നല്ലേ. അതിന് ചിലവുള്ള അധികം ഒരുപാട് ചിലവൊന്നുമില്ല. ഇപ്പോൾ ആർഭാടമെന്ന് വിചാരിക്കരുത്. ആർഭാടങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ വീട്ടിലിപ്പോൾ കുഴിമന്തിയൊക്കെ അരി വാങ്ങി വെക്കുമ്പോൾ അധികം ചിലവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചാനലിൽ ഞാൻ കുറേ കേട്ടോ പറഞ്ഞു. സോറി കൂട്ടുകാരെ. എന്തായാലും വിളമ്പലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലത്തെ വെളിച്ചം കൊണ്ട് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ. അതാണ്. അങ്ങനെ ആ ഇരുട്ടത്ത് എന്തായാലും കുറച്ച് വെളിച്ചത്തിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവുകയാണേ. അങ്ങനെ എല്ലാവരും ഭയങ്കര തട്ടലാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ പറഞ്ഞിട്ട് എല്ലാവരും എങ്ങോട്ടും നോക്കണില്ല. ഭയങ്കര തട്ടലാണ്. വെള്ളത്തിന് പോലും നീച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വെള്ളം ഇല്ലെങ്കിലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. കാരണം സമയം പൂവല്ലേ. കമ്പ്രാന്തലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചിയും ഞാനിവിടെ ഇരിക്കണത്. വിജയേട്ടൻ കുറച്ചൊക്കെ കഴിച്ചു. ബാക്കി എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തന്നു കേട്ടോ. കാരണം ആൾക്കാരിതൊന്നും അങ്ങനെ ഇഷ്ടമല്ല കഴിക്കാനൊന്നും. അങ്ങനെ ചേച്ചിയുടെ മക്കളും മരുമക്കളും കുട്ടികളും അതേപോലെ ഞാനും വിജയേട്ടനും മോനും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ തണുപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നല്ല കേട്ടോ, മദ്യം എന്നല്ലേ, ഒന്നും വിചാരിക്കരുതേ. അങ്ങനെ എന്താ ഇപ്പം ഇറങ്ങണില്ല കേട്ടോ. കാരണം വിജയേട്ട അതിൽ രണ്ടാമതും കൊടുന്നിട്ട കാരണേ അങ്ങോട്ട് പിന്നാണ്ട് ഇറങ്ങണില്ല. അപ്പം ഇങ്ങനെ വേണോ വേണ്ട വെച്ചൊന്നും കഴിക്കണം. എന്തായാലും ചിക്കൻ മാത്രം ആദ്യം കഴിച്ചു, ചോറ് അങ്ങനെ വെച്ചു. എന്തായാലും ചേച്ചിയുടെ മകന് നല്ല തട്ടലാണ് കേട്ടോ.